നമ്മൾ പഠിക്കുന്ന റൈബോസോം ആണ്. Ribosome is a non-membranous cell organ which is present in both prokaryotes and eukaryotic organism. അപ്പോൾ റൈബോസോം എന്ന് പറയുന്ന ഒരു non-membranous cell organelle ആണ്. And it is present in both prokaryotic and eukaryotic organism. Both prokaryotic and eukaryotic organism we can see this ribosome. Ribosome in the function nu parayunnathu protein synthesis aanu alle. Protein synthesis, because of that we will call it as protein factory. Protein synthesize cheyna protein factory aayittaanu nammal ribosome ne kanakkaakkunnu. So here this ribosome, it is nothing but ribonucleoprotein aanu. Ribonucleoprotein, it is nothing but RNA and protein. Ribonucleoprotein aanu ribosome nu parayunnathu. അതായത് RNA, ribosomal RNA and protein. It is made with ribosomal RNA and protein. And we can see there are two different types of ribosome. That is, in prokaryotic organism, they have 70S ribosome. This 70S, it shows the Swedberg unit or sedimentation coefficient. That is according to the density and size of this ribosome. And this ribosome, it is existing in 50S and 30S subunit. 50S subunit, 30S subunit ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. When this ribosome do its actual function, that time this join together to become as 70S ribosome. അതിനു വേണ്ടിയിട്ട് മിനിമം 0.001 മോളാർ മഗ്നീഷ്യം അയോൺസിന്റെ റിക്വയർമെന്റ് ഉണ്ട്. Okay, so here 50S ribosome എന്ന് പറയുന്നത് ഇതിന്റെ ലാർജ് സബ്യൂണിറ്റ് ആണ്. ലാർജ് സബ്യൂണിറ്റ്, it consists of the RNA. There are two different types of the RNA present in the large subunit, that is 23S rRNA and 5S rRNA. ഇതിനകത്ത് 23S rRNA എന്ന് പറയുന്നത് ഒരു റൈബോസൈം ആണ്. എന്താ റൈബോസൈം എന്ന് ചോദിച്ചാൽ RNA എൻസൈം ആണ് കേട്ടോ. RNA enzyme നമ്മൾ റൈബോസൈം എന്ന് പറയുന്നത്. And this will do peptidyl transferase activity. ഇതിന് peptidyl transferase activity ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ പ്രോട്ടീൻ സിന്തസിസ് അമിനോ ആസിഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നത് ഈ 23S rRNA എന്ന് പറയുന്ന റൈബോസൈം ആണ്. അതേപോലെ 30S സബ്യൂണിറ്റിൽ കാണുന്നത് ഒരു RNA ഉള്ളൂ, that is 16S rRNA. ഈ 16S rRNAക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ റൈബോസോം വന്നിട്ട് mRNAയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് mRNAയിൽ കോഡ് ചെയ്തിട്ടുള്ള ജനറ്റിക് കോഡോണിനെ ഡീകോഡ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് അല്ലെ. ഈ mRNAയിൽ എവിടെയാണോ അതിന് പോയി ബൈൻഡ് ചെയ്യേണ്ടത് ആ റീജിയന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സീക്വൻസ് 16S rRNAയിൽ ഉണ്ടാവും. അതായത് mRNAയിൽ ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ട് കേട്ടോ. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിലാണത്. ഷൈൻ ഡെൽഗാർനോ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിനുള്ള കോംപ്ലിമെന്ററി സീക്വൻസ് 16S rRNAയിൽ ഉണ്ട്. സോ വൺസ് അഗൈൻ വി വിൽ സീ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണുന്ന റൈബോസോം എന്ന് പറയുന്നത് 70S റൈബോസോം ആണ്. അതിന്റെ ഡെൻസിറ്റി ആൻഡ് സൈസ് ഇറ്റ് ഈസ് 70S റൈബോസോം. ആൻഡ് ദിസ് വിൽ ബി ഹാവിംഗ് ടു സബ്യൂണിറ്റ് ആസ് 50S and 30S subunit. 50S subunit അതിന്റെ ലാർജ് സബ്യൂണിറ്റ് ആണ്, 30S subunit അതിന്റെ സ്മോൾ സബ്യൂണിറ്റ് ആണ്. 50S subunitൽ കാണുന്ന രണ്ട് തരത്തിലുള്ള RNA ആണ് 23S rRNA, 5S rRNA. അതുപോലെ തന്നെ 30S subunitൽ കാണുന്നത് 16S rRNA ആണ്. ഇനി ഈ 23S rRNA റൈബോസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 23S rRNA റൈബോസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതിന് എൻസൈമാറ്റിക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. അവിടുത്തെ എൻസൈമാറ്റിക് കപ്പാസിറ്റി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് ഓരോ അമിനോ ആസിഡിനെ ഡീകോഡ് ചെയ്തെടുത്ത് ഓരോ ജനറ്റിക് കോഡോണിനെ ഡീകോഡ് ചെയ്തിട്ട് അമിനോ ആസിഡ് ആക്കി മാറ്റുമ്പോൾ ആ അമിനോ ആസിഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് പോളി അമിനോ ആസിഡ് ആണ് എന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. ആ അമിനോ ആസിഡിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നതാണ് ഈ 23S rRNA. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി. ഇനി 16S rRNAക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രോകാരിയോട്സിൽ. they recognize the ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ mRNA സിന്തസിസിന്റെ സമയത്ത് mRNAനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അതിന്റെ 5' എൻഡിലിരിക്കുന്ന ഒരു
genetic sequence or the gene sequence that can be recognized by the ribosome because of the presence of 16S rRNA. ഇനി ഈ രണ്ട് സബ് യൂണിറ്റും കൂടെ ജോയിൻ ചെയ്യുന്നത് എപ്പോഴും പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് mRNA അത് ബൈൻഡ് ചെയ്യുമ്പോഴാണ്. mRNA ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ 16S rRNA ആണ് ഈ പറയുന്ന ഷൈൻഡൽഗാർഡോ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്തത്. ഇനി ഇവര് തമ്മിൽ ഇത്രയും ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയാല് അതിന്റെ ഒപ്പം അതിന്റെ കൂടെ ലാർജ് സബ് യൂണിറ്റും വന്ന് ജോയിൻ ചെയ്യും. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഒരു സിംഗിൾ റൈബോസോം ആയിട്ട് കാണുന്നത് അത് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ റിക്വയർ 0.001 മോളാർ Mg2+. മഗ്നീഷ്യം അയോണിന്റെ പ്രസൻസ് 0.001 മോളാർ എങ്കിലും വേണം രണ്ട് റൈബോസോമൽ സബ് യൂണിറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Now the next one, it is in the case of eukaryotic organism. Eukaryotes in the case we can see the ribosome, it is 80S ribosome and it has two subunit as 60 and 40S subunit. Okay. Now the 60S subunit of ribosome, it consists of three different types of RNA, that is 28S rRNA, 5S rRNA and 5.8S rRNA. So here 28S rRNA, 5S rRNA and 5.8S rRNA present in the 60S subunit. 40S subunit le kanuna rRNA 18S rRNA. Okay, so these are the different composition of RNA present inside the two subunits of ribosome, that is 60 and 40. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇതും ഈ 50Sഉം 30Sഉം കൂടി കൂടിയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 80 അല്ലേ വരേണ്ടത്, അതിന് പകരം ഇവിടെ 70 ആണ് കിടക്കുന്നത്. അതിന് കാരണം എന്താണ്? This is due to some anabolic process it is joining together. ഈ രണ്ട് റൈബോസോമിന്റെ സബ് യൂണിറ്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ചില മോളിക്യൂൾസ് ഉണ്ട്, എസ്പെഷ്യലി ദ വാട്ടർ മോളിക്യൂൾസ്. ആ വാട്ടർ മോളിക്യൂൾസിന്റെ എലിമിനേഷൻ കൊണ്ട് അതിന്റെ ഡെൻസിറ്റിയും സൈസിലും വ്യത്യാസം വരും. അതാണ് 15, 13 കൂട്ടിയിട്ട് നമുക്ക് 70S റൈബോസോം കിട്ടുന്നത്. ദ സെയിം ഈസ് അപ്ലൈഡ് ഹിയർ ഓൾസോ. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. അതേപോലെ തന്നെയാണ് ഈ റൈബോസോമിന്റെ രണ്ട് സബ് യൂണിറ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് റൈബോസോം ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂകാരിയോട്ടിലും 0.001 molar magnesium is required. Okay, so this is all about the ribosome. Ribosome, it is used for protein synthesis. Ribosome is a ribonucleoprotein. It consists of rRNA and protein. And rRNA synthesis, it occurs in a particular region of the nucleus, that is nucleolus region, that we will study when we study the nucleus detail. Okay, so the next session which we have to study, that is cytoskeleton, that we will study in the next.